ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നിസ്സാരരായി കണക്കാക്കിയ ഒരു ജനത. മനുഷ്യനെന്ന പരിഗണന പോലും ലഭിക്കാതെ അവർ ജീവിച്ചു. ആ മനുഷ്യരുടെ ചെറുത്തുനിൽപ്പിന്റെ കഥയാണിത്. സ്വാതന്ത്ര്യ പോരാട്ടം. വർഷം 1857. ബംഗാളിലെ ബരാക്പൂർ പട്ടാള ക്യാമ്പ്. പുതിയ തോക്കുകളിൽ പന്നിയുടെയും കാളയുടെയും നെയ് കലർന്ന കടലാസിൽ പൊതിഞ്ഞ തിര ഉപയോഗിക്കാൻ സൈനികർ വിസമ്മതിച്ചു. അത് പ്രക്ഷോഭമായി മാറി. മംഗൽ പാണ്ഡെ എന്ന സൈനികൻ ഒരു ബ്രിട്ടീഷുകാരനു നേരെ നിറയൊഴിച്ചു. സംഘർഷം ശക്തമായ നഗരങ്ങളിലൊന്നായിരുന്നു ഝാൻസി. റാണി ലക്ഷ്മിഭായിയുടെ തട്ടകം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തിയതിന്റെ ആത്മവിശ്വാസത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടം വീണ്ടും മർദ്ദനമുറകൾ പ്രയോഗിച്ചു. കാലങ്ങൾ കഴിഞ്ഞു. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. ബ്രിട്ടീഷ് ഭരണകൂടം അവതരിപ്പിച്ച റൗലത്ത് ആക്ടിനെതിരെ ജാലിയൻ വാലാബാഗിൽ നടന്ന പ്രതിഷേധത്തിലേക്ക് ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ പട്ടാളം വെടിയുതിർത്തു. സമരം കടുക്കുകയാണ്. ചെറുത്തുനിൽപ്പ് ഒരു വലിയ പ്രക്ഷോഭമായി വളരുകയാണ്. ഇന്ത്യ എന്ന ആശയം പോരാട്ടത്തിലൂടെ രൂപപ്പെടുകയായിരുന്നു. ഒടുവിൽ സാമ്രാജ്യത്വം മുട്ടുമടക്കി. ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. Long years ago, we made a tryst with destiny. ഇന്ത്യ സ്വതന്ത്രമായി. The time comes when we